മീമെഴുത്ത്. എങ്ങനെയായിരിക്കും ആ രാവിൽ അവർ ഉറങ്ങിയിട്ടുണ്ടാവുക? അല്ലാഹുവാണേ സത്യം, മുആദേ, നിന്നെ ഞാൻ അത്രമേൽ സ്നേഹിക്കുന്നു എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദിവസം ആ രാത്രി ഉറക്കം വന്നിട്ടുണ്ടാകുമോ മുആദ് ബിൻ ജബലിന്? മോനെ, ഈ വടിയുമായിട്ടാണ് സ്വർഗത്തിൽ നിന്നെ ഞാൻ തിരിച്ചറിയുക എന്ന് അബ്ദുല്ലാഹി ബിൻ ഉവൈസിനോട് കയ്യിലുള്ള സ്വന്തം വടി കൊടുത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദിവസം ആ വടിയും കയ്യിൽ പിടിച്ച് ഉമ്മ വെച്ച് കിടന്ന അന്ന് രാത്രി ആ സ്വഹാബിയുടെ കൺപോള അടഞ്ഞിട്ടുണ്ടാകുമോ? ബിലാലെ, നിന്റെ ചെരുപ്പനക്കം ഞാൻ സ്വർഗത്തിൽ കേൾക്കുന്നു എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷം പറഞ്ഞ ദിവസം ആ രാവ് ഉറങ്ങിയിട്ടുണ്ടാകുമോ ബിലാലോർ? ഖദീജ, നിന്നോട് അല്ലാഹുവിന്റെ സലാം പറയാനായി ജിബീൽ വന്നിട്ടുണ്ട് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നാൾ ആ രാത്രി ഖദീജ ഉമ്മയുടെ കണ്ണടഞ്ഞിട്ടുണ്ടാകുമോ? അങ്ങയുടെ ഉറ്റ കൂട്ടുകാരൻ സിദ്ദീഖിനെ ഞാൻ തൃപ്തിപ്പെട്ടു, സിദ്ദീഖ് എന്നെയും തൃപ്തിപ്പെടൂലേ എന്ന് അല്ലാഹു മുത്തുനബിയോട് പറഞ്ഞ ദിവസം അതറിഞ്ഞ് അന്ന് രാത്രി ഉറങ്ങിയിട്ടുണ്ടാകുമോ സിദ്ദീഖോർ? മോനെ ഉബയ്യേ, നിനക്കൽപ്പം ഖുർആനോദി തരാൻ അല്ലാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉബയ്യ് ബിൻ കഅബിനോട് പറഞ്ഞപ്പോ അല്ലാഹു എന്റെ പേരെടുത്ത് പറഞ്ഞോ നബിയെ എന്ന് തിരിച്ചു ചോദിച്ച് അതേ എന്ന് മറുപടി കേട്ട് കരഞ്ഞ് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി ആ രാവ് കഴിച്ചു കൂട്ടിയ ഉബയ്യ് ആ രാത്രിയൊന്ന് ഇമചിമ്മിയിട്ടുണ്ടാകുമോ? അല്ലാഹുവേ, ഒരു തവണ സ്വപ്നത്തിൽ ഹബീബ് ഞങ്ങളോടൊന്ന് സലാം പറയണേ റഹ്മാനെ.